ഇപ്പോഴത്തെ മുംബൈയിലാണെങ്കിൽ റീത്ത, അലീന, നമ്മുടെ എൽസമ്മ, കൂടാതെ സ്റ്റാലി, ഇവർ തമ്മിലുള്ള പോരാട്ടം. ഒടുവിൽ എൽസമ്മ അലീനയെ ചേർത്ത് നിർത്തുന്നു. സ്റ്റാലിൻ അത്ഭുതപ്പെടുന്നു. അതായത് അലീനയെ ഓടിക്കാനായിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ് നമ്മുടെ റീത്ത എന്ന് കാണാം. അലീനയെ ഓടിച്ചില്ലെങ്കിൽ പണത്തിൻ്റെ കാര്യം, പ്രധാനമായും സ്വത്തിൻ്റെ കാര്യമാണ് റീത്തയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് കാണാൻ സാധിക്കും. അലീന പോയി കഴിഞ്ഞാൽ പിന്നെ സ്വത്തും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും തൻ്റെ കൈകളിലേക്ക് തന്നെ വരുമെന്നും അത് കാലക്രമേണ തൻ്റെ മക്കൾക്ക് കൈമാറാമെന്നും റീത്ത ചിന്തിച്ച് വെച്ചിരിക്കുന്നുണ്ട്. സ്വത്തിനോട് ഒരുപാട് ആർത്തിയുള്ള, ആക്രാന്തമുള്ള കൂട്ടത്തിലാണല്ലോ നമ്മുടെ റീത്ത. അത് പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെ റീത്തയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എൽസമ്മയെ എരിപിരി കയറ്റുന്നുണ്ട്, കുത്തിത്തിരിപ്പ് കാണിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം റീത്തയുടെ വാക്ക് കേട്ട എൽസമ്മ സ്റ്റാലിനെ വെല്ലുവിളിക്കാനെത്തുകയാണ്. അപ്പോഴാണെങ്കിൽ സ്റ്റാലിൻ്റെ മുൻപിലിട്ട്, അതായത് ജോലിക്കാരുടെ മുൻപിലിട്ട് സ്റ്റാലിനെ നാണം കെടുത്തുന്നു. എടോ സ്റ്റാലി, നിങ്ങൾക്ക് നാണമാവില്ലേടോ? എൻ്റെ മക്കളെ പറ്റിച്ച്, എന്നെ പറ്റിച്ച്, നിങ്ങൾക്ക് എവിടെന്നോ പിഴച്ച് പ്രസവിച്ചുണ്ടായ ഈ മകളെ ഉപയോഗിച്ച് ഞങ്ങൾക്കെതിരെ കളിക്കാനായിട്ട് നിങ്ങൾക്ക് നാണമാവില്ലേ ഈ സന്തതിയെ ഇവിടെ താമസിപ്പിക്കാനായിട്ട് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം സ്റ്റാൻലി എൽസമ്മയോട് പറയാണ്, ഞാൻ എന്തിനാണ് നാണിക്കുന്നത്? എനിക്ക് നാണിക്കേണ്ട യാതൊരു ആവശ്യകതയുമില്ല. നിൻ്റെ കൂടെയുള്ള ഈ റീത്തേനേക്കാളും, നിന്നേക്കാളും, നിൻ്റെ മക്കളെക്കാളും 1000 മടങ്ങ് എനിക്ക് വിലയുള്ള ഒരാളെയുള്ളൂ. അതെൻ്റെ മകൾ അലീനയാണെന്ന് പറയുന്നു, എൻ്റെ ഏക മകൾ എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ മക്കളോ? എൻ്റെ മക്കൾക്ക് നിങ്ങൾ ആരുമല്ലേ? അവർ നിങ്ങൾക്ക് ആരുമല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ മക്കളോ? അവർക്ക് എന്നെ സത്യം പറഞ്ഞാൽ ആവശ്യമുണ്ടോ എന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്. അവർ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് തന്നെ ഇത്ര നാളായിട്ട് കാണാൻ വന്നില്ല എന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മ പറയുന്നുണ്ട്, നിങ്ങൾക്കവരെ വിളിക്കാമല്ലോ, നിങ്ങൾക്കവരെ സ്നേഹിക്കാമല്ലോ എന്ന് പറയുന്നു. ഇപ്പോൾ ഇമ്മാതിരി ന്യായം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എൽസമ്മേ, നീ അത് മനസ്സിലാക്കണം. നീ ഇവൾ വന്നപ്പോൾ, എൻ്റെ ഈ മകൾ വന്നപ്പോൾ അവകാശം കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ നാടകമെല്ലാം കളിക്കുന്നതെങ്കിൽ എൻ്റെ ഈ മകൾക്ക് ഒരു സ്വത്തോ ഒരു രൂപയോ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. സ്വത്തിന് വേണ്ടി എന്ത് നെറികെട്ട കളിയും നിൻ്റെ കൂടെയുള്ള ഈ റീത്ത നിന്നെ കൊണ്ട് കളിപ്പിക്കുമെന്ന് എനിക്കറിയാമെന്ന് പറയുന്നതും കാണാം. അവൾക്ക് സ്വത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ അവൾക്ക് എൻ്റെ സ്വത്ത് കൊടുക്കുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ എൽസമ്മ ചോദിക്കുന്നുണ്ട്, അവൾക്ക് വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് സ്വത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഒരച്ഛൻ്റെ കടമ അത് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുന്നു. അച്ഛന് പകരം ആവാൻ ആർക്കും സാധിക്കില്ല എന്ന് പറയുന്നതും, അമ്മയ്ക്ക് പകരമാവാൻ ആർക്കും സാധിക്കില്ല എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. നീ എൻ്റെ മക്കളെ വർഷങ്ങൾക്ക് മുമ്പ് എന്നിൽ നിന്നും അടർത്തിക്കൊണ്ടുപോയപ്പോൾ ഞാൻ എത്രമാത്രം ഒറ്റപ്പെട്ടെന്നറിയാമോ? വേദനിച്ചെന്നറിയാമോ? സങ്കടപ്പെട്ടെന്നറിയാമോ? ഇത് വല്ലതും നിനക്കറിയോ എൽസമ്മേ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം ഇവിടുന്ന് ഞാൻ പോകാൻ കാരണം തന്നെ
ഒടുക്കത്തെ കുടിയായതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കുടിയായിരുന്നെങ്കിൽ നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി നിർത്തിക്കണമായിരുന്നു. അല്ലാതെ ഈ കപടക്കാരിയായ നിൻ്റെ സഹോദരിയായ റീത്തയുടെ വാക്ക് കേട്ട് എന്നെ ഉപേക്ഷിക്കുകയല്ല, എന്നെ തള്ളിക്കളയുകയല്ല വേണ്ടായിരുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം റീത്ത ചോദിക്കുകയാണ്, ഞാൻ എന്ത് കാപട്യമാടാ സ്റ്റാലി കാണിച്ചത് നിന്നോടും നിൻ്റെ കുടുംബത്തോടും എന്ന് ചോദിക്കുന്നു. എൻ്റെ പൊന്ന് റീതാമേ, പറഞ്ഞു തുടങ്ങിയാൽ ഇത് എവിടെയും എത്താനായിട്ട് പോകുന്നില്ല. സന്തോഷവും നന്മയും നിറഞ്ഞ എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് കയറി വന്ന് മണ്ണെണ്ണയൊഴിച്ച് തീയിട്ട് എൻ്റെ ഭാര്യയെയും മക്കളെയും എന്നിൽ നിന്നും പിടിച്ചെടുത്ത ദുഷ്ട സ്ത്രീയാണ് നിങ്ങളെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. നിങ്ങളെപ്പോലെ ഒരു സഹോദരിയുണ്ടെങ്കിൽ റീത്ത എന്ന നിങ്ങൾ എൽസമ്മ ഈ പൊട്ടിയെ പറ്റിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത ഈ മണ്ടിയെ ചേർത്ത് പിടിച്ച് സ്വത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി വന്നതാണെങ്കിൽ വന്ന വഴി തന്നെ വിട്ടോ. ഇവിടുന്ന് കാലെണ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് സ്റ്റാലി പറയുകയാണ്. തുടർന്ന് അലീന അവിടേക്ക് വരികയാണ്. അലീന വരുമ്പോൾ തന്നെ റീത്തയാണെങ്കിൽ എൽസമ്മയോട് പറയാണ്, ഇതാണ് ആ നശിച്ച പിശാച് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ എന്നെ അങ്ങനെ വിളിക്കുകയൊന്നും വേണ്ട റീത്താൻറ്റി, ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, എന്നെ റീത്താൻറ്റീന്നോ, നീ എന്തിനാ അങ്ങനെ വിളിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പപ്പയുടെ വീട്ടിലല്ലേ നിങ്ങൾ നിൽക്കുന്നത്, എൻ്റെ പപ്പയുടെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീടും കൂടിയാണ്. അപ്പോൾ നിങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറയാനുള്ള അധികാരം എനിക്കുണ്ട്, പക്ഷെ പപ്പയുടെ ഭാര്യയോട് ഞാനത് പറയില്ല എന്ന് പറയുന്നു. കാരണം അവർ എനിക്ക് എൻ്റെ പപ്പയുടെ ഭാര്യയാണ് എന്ന് പറയുന്നത് കാണാം. പക്ഷെ നിങ്ങളായിട്ട് ഒരു ബന്ധവും വെക്കേണ്ട ആവശ്യകതയില്ലെന്നും കാണാം. ഇതേ സമയം അലീന ഒരുപാട് കാര്യങ്ങൾ എൽസമ്മയോട് പറയുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ എൽസമ്മയാണെങ്കിൽ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ റീത്തയെ തള്ളിക്കളയുകയാണ് എന്ന് കാണാൻ കഴിയും. അലീനയെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നതും കാണാൻ സാധിക്കും. സന്തോഷിക്കുന്ന സ്റ്റാലി. സബ്സ്ക്രൈബ്